നമസ്കാരം. നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ എങ്ങനെ ഓവർലോക്ക് ചെയ്യാമെന്ന് പഠിക്കാം കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. ഇത് ഞാൻ വളരെ പെട്ടെന്ന് ഒരു 5 മുതൽ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർത്തൊരു വർക്കാണ് കേട്ടോ. കാരണം ഇത് വേറെ ത്രെഡ് വർക്കെന്ന് പറയാൻ കാര്യമായിട്ട് ആ ചെയിൻ ഒന്ന് അതിൽ ഉറപ്പിച്ചു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്ടിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയിൻ നമ്മുടെ നീഡിലൊക്കെ വാങ്ങുന്ന കടയിൽ നിന്ന് കിട്ടിയതാണ്. 2 മീറ്ററാണ് ഞാൻ മേടിച്ചത്, വലിയ വിലയൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ ഗം വെച്ച് ഒട്ടിച്ചതാണ്. ബാക്കി മിററുകളും കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ കറണ്ട് നൂലുകൊണ്ട് തുന്നണം കേട്ടോ. വെള്ള നൂലെടുക്കാൻ കാരണം ഇപ്പം ഇന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ നൂലാകുമ്പോൾ അത്ര കാണില്ലല്ലോ. ഇതേ നൂല് തന്നെ എടുത്ത് നമുക്ക് തുന്നാവുന്നതേ ഉള്ളൂ. നമ്മൾ തുന്നുന്നതാണല്ലോ. അപ്പോൾ പക്ഷേ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഞാൻ വെള്ള നൂലുകൊണ്ട് തുന്നണത്. അപ്പോൾ കയ്യിൻ്റെ ഷോൾഡർ ഭാഗവും പിന്നെ കൈഭാഗവുമാണ് ഞാനിവിടെ ഓവർലോക്കിന് പകരം കൈകൊണ്ട് ഓവർലോക്ക് ചെയ്യാൻ പോണത്. കൈകൊണ്ട് സ്റ്റിച്ച് ഇട്ടിട്ട് ഓവർലോക്ക് ചെയ്യാൻ പോണത്. അത്രയൊന്നും സമയം വരില്ല. വളരെ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം വേണ്ടു. ഇപ്പോൾ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏത് ഡ്രസ്സും നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കെട്ടിട്ടു. സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് വേണം നമുക്കിത് തുടങ്ങാം. കാരണം സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നൂല് അടിയിലേക്ക് കാണും. അപ്പോൾ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് നമ്മൾ തുടങ്ങാം. അപ്പോൾ ഞാൻ 2 മെത്തേഡിലാണ് ഇവിടെ ഓവർലോക്ക് ചെയ്ത് കാണിക്കുന്നത്. 2 മെത്തേഡിൽ ചെയ്യുന്നത്. ഇത് ബോർഡർ സ്റ്റിച്ചായിട്ടാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. ബോർഡർ സ്റ്റിച്ചായിട്ട് നമ്മൾ പഠിച്ചതിൽ ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓവർലോക്ക് കാര്യങ്ങൾക്കും ഈ സ്റ്റിച്ച് ഉപയോഗിക്കാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് കേട്ടോ. പഠിച്ചവർക്കറിയാം ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്താണെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അടുപ്പിച്ചിട്ട് ആണ് ചെയ്യുന്നത്. അടുപ്പിച്ച് നല്ലപോലെ അടുപ്പിച്ചിട്ടും ചെയ്യാം, കുറച്ച് വിട്ടിട്ടും ചെയ്യാം. ഞാൻ ഇപ്പോൾ നന്നായിട്ട് 2-3 വട്ടം സ്റ്റിച്ച് ചെയ്തത് കൊണ്ട് ഒരുപാട് അടുപ്പിച്ചിട്ട് ചെയ്യണില്ല. നമ്മളിത് ചെയ്യുമ്പോൾ സ്റ്റിച്ച് 2 ഭാഗവും ഒരേപോലെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ നടുവിൽ സ്റ്റിച്ചിൻ്റെ ഒരു ലൈൻ വന്ന് വീഴും. അപ്പോൾ അങ്ങനെയാണ്. ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് പിന്നീട് ഇത് നൂലെടുക്കുന്ന ഒരു പ്രശ്നം വരില്ല കേട്ടോ. സാധാരണ ഇപ്പോൾ ഓണം സീസണും കൂടി ആയതുകൊണ്ട് ഇപ്പോൾ കടകളിൽ കൊടുത്ത് ഓവർലോക്കൊക്കെ ചെയ്ത് കിട്ടാൻ ഇത്തിരി താമസമാണ്. പോരാത്തതിന് അത്യാവശ്യം നല്ല ചാർജും വരും. അപ്പോൾ ആ ചാർജ് നമുക്ക് ഒഴിവാക്കി കിട്ടാം. നമ്മുടെ ഡ്രസ്സ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഡ്രസ്സ് നമുക്ക് ഇതുപോലെ ഓവർലോക്ക് ചെയ്ത് കിട്ടും കേട്ടോ. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ആണ്. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇങ്ങനെ നൂലിൻ്റെ അടിയിലേക്ക് സൂചിയുടെ അടിയിലേക്ക് നൂലെടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോ. സൂചി എടുക്കുന്നു, അതിൻ്റെ അടിയിലേക്ക് നൂല് ചുറ്റുക, എന്നിട്ട് മുകളിലേക്ക് എടുക്കുക. അങ്ങനെയാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പല തവണ ഇത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ട്. അതിലൊന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കൂ. നൂല് അപ്പുറത്തേക്ക് ഇട്ടു, അതിൻ്റെ അടിയിലേക്ക് നൂല് ചുറ്റുക കണ്ടോ. എന്നിട്ട് സൂചി വീണ്ടും മുകളിലേക്ക് എടുക്കുക. വളരെ സിമ്പിളൊരു സ്റ്റിച്ചാണ്. നമ്മൾ ബോർഡർ സ്റ്റിച്ചായിട്ട് ഫ്ലവർ തുന്നാനൊക്കെ ഉപയോഗിക്കുന്നൊരു സ്റ്റിച്ചാണ്. ഇപ്പോൾ ഓവർലോക്ക് ചെയ്യാനും നമുക്ക് ഇതേ സ്റ്റിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉപയോഗങ്ങൾ, ഒത്തിരി ഉപയോഗങ്ങൾ ഒരു സ്റ്റിച്ച് പഠിച്ചാൽ നമുക്ക് കിട്ടുമെന്ന് സാരം. ഒന്ന് മെനക്കെടണമെന്നേ ഉള്ളൂ. വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് അധികമൊന്നും സമയം ഇത് വരില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ഷോൾഡറിൻ്റെ ഒരു ഭാഗം ഏകദേശം കഴിയാറായി. അപ്പുറം ഇപ്പുറം ഒരേപോലെ ആയിട്ട് വരും കേട്ടോ. അതാണ് ഈ സ്റ്റിച്ചിൻ്റെ ഒരു ഭംഗി എന്ന് പറയണത്. എളുപ്പത്തിൽ ചെയ്യാം. അപ്പുറം ഒരേപോലെ നമുക്കത് ചെയ്ത് കിട്ടും. ഇനി വല്ലാതെ നൂലെടുക്കണ തുണിയാണെങ്കിൽ കുറച്ചും കൂടി അടുപ്പിച്ചിട്ട് ചെയ്യണമെന്ന് മാത്രം. ഇത് ഞാൻ നല്ല കോട്ടൺ തുണി കൊണ്ടാണ് ലൈനിങ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലൈനിങ് കൂടുതൽ മുകളിലേക്ക് വെച്ചിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നം വരണില്ല. അതുകൊണ്ടും കൂടിയാണ് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തുണിയത്. അപ്പോൾ ഒരു ഭാഗം കഴിഞ്ഞു, ഒരു സൈഡ് കഴിഞ്ഞു കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ ഷോൾഡർ ചെയ്തത് ഒന്നും കൂടി പറയാണ്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചിലാണ് ഷോൾഡർ ചെയ്തിരിക്കുന്നത്.
നമുക്കതിനെ കെട്ടിടാം. അപ്പോൾ നമ്മൾ സാധാരണ കെട്ടിടും പോലെ കെട്ടിട്ടിട്ടത് ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് കൈയുടെ ഭാഗം ചെയ്യാം. കൈയുടെ ഭാഗം ഞാൻ വേറെ സ്റ്റിച്ച് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തന്നെയാണ്. അതിൻ്റെ വേറൊരു മെത്തേഡിലാണ് ചെയ്യുന്നത് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നൂല് നമ്മൾ ആദ്യം ചെയ്ത് അടിയിൽ കൂടെ അല്ലേ എടുത്തത്. ഇത് ഞാൻ മുകളിൽ കൂടെ ഒന്ന് എടുത്തിട്ട് ചുറ്റാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾക്ക് ഓവർലോക്ക് ചെയ്യാം. നമുക്കപ്പോൾ ഒന്നും കൂടെ നോക്കാം. സൂചി അപ്പുറത്തേക്ക് ഇട്ടു. ഇനി എന്ത് ചെയ്യണം കേട്ടോ, നൂല് ഇങ്ങനെ ചുറ്റുക. എങ്ങനെ? സൂചിയുടെ മുമ്പ് കൂടെ വേണം ബാക്കിലേക്ക് ചുറ്റാൻ. ആദ്യം ചുറ്റിയതിനേക്കാൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു കെട്ട് വീണ പോലെയായി. ഇതിലും അപ്പുറവും ഇപ്പുറവും പിന്നെ നടുഭാഗം ഒക്കെ സ്റ്റിച്ച് വീഴുന്ന മാതിരിയാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഇടുന്നത് കേട്ടോ. സൂചി അപ്പുറത്തേക്ക് ഇട്ടു. കണ്ടോ, നൂല് ഇങ്ങനെ അടിയിൽ നല്ല മുമ്പ് കൂടെ ഇങ്ങനെ ചുറ്റി വരുന്നു. ഇനി നമ്മൾ ആ സൂചി ഇങ്ങോട്ട് വലിച്ചാൽ മതി. താഴത്ത് കെട്ട് വീഴുമെന്നൊന്നും പേടിക്കണ്ട. ജസ്റ്റ് അങ്ങോട്ട് അങ്ങനെ അത് സ്റ്റിച്ചായിട്ട് വീഴും. ഓക്കെ, സൂചി അപ്പുറത്തേക്ക് ഇട്ടു. നൂലിങ്ങനെ ചുറ്റുക. ഒരു വട്ടം മുഴുവനായിട്ട് ചുറ്റണം കേട്ടോ, പകുതിയല്ല, ഒരു വട്ടം മുഴുവനായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ആ സൂചി അങ്ങോട്ട് മുകളിലേക്ക് വലിക്കുക. അടിയിൽ പിടിച്ചാലും പിടിച്ചിട്ടില്ലെങ്കിലും സ്റ്റിച്ച് ഭംഗിയായിട്ട് വീഴും കേട്ടോ. അപ്പുറത്തും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തന്നെയാണ്, ഇപ്പുറത്തും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തന്നെ. നടുവിൽ ആദ്യം നമ്മൾ ചെയ്ത അതേ സ്റ്റിച്ച് പോലെ തന്നെ. ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ആ ചുറ്റുന്നതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മുടെ ഇങ്ങനൊരു ഈ സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പഠിച്ചു കഴിയുമ്പോൾ ഫ്ലവർ ലീഫൊക്കെ ചെയ്യുന്ന ഒപ്പം തന്നെ ഇതുപോലെ ബോർഡർ സ്റ്റിച്ചായിട്ടും ധാരാളം നമ്മൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കളറ് നമ്മുടെ ഇഷ്ടം പോലെ സെയിം നൂല് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ആങ്കറിൻ്റെ നൂല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ അല്ലെങ്കിൽ പിന്നെ സാധാരണ നമ്മൾ മെഷീൻ നൂല് ചെയ്യണമല്ലോ, അത് വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. ഞാനിത് ആങ്കറിൻ്റെ നൂലുള്ളത് കൊണ്ട് ഞാൻ അത് എടുത്തുവെന്നേ ഉള്ളൂ. ഇത് നമുക്ക് മൊത്തം കയ്യിനൊന്ന് ചുറ്റിയിട്ട് ചെയ്യണ്ടേ, അതുകൊണ്ട് കുറച്ചധികം സമയമെടുക്കും. ഷോൾഡറിൽ ചെയ്തതിനേക്കാളും കുറച്ചധികം സമയമെടുക്കും എന്നല്ലാതെ വേറൊരു വ്യത്യാസവും ഇല്ല. ഒരേപോലെ തന്നെ, അതായത് ബാക്ക് കൂടെ നൂല് ചുറ്റിയാലും ഫ്രണ്ട് കൂടെ നൂല് ചുറ്റിയാലും ഒരേ സമയം തന്നെ എടുക്കുള്ളൂ കേട്ടോ. പിന്നെ തുടക്കമായതുകൊണ്ട് ഒരുപാട് വൃത്തിയിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് ഉള്ളിലേക്ക് പോണ ഭാഗമായതുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഉപയോഗമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സാധാരണ നമ്മൾ തുന്നൽ മെഷീനിൽ ഉപയോഗിക്കുന്ന നൂല് കൊണ്ടും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ, കാരണം അത് നല്ല ബലം കിട്ടുമല്ലോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. 2 ഷോൾഡർ, കൈയുടെ 2 ഭാഗവും. അപ്പോൾ ഇതൊക്കെ പോലൊക്കെ ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.